രാജ്യ തലസ്ഥാനം ഇന്ന് കണ്ടത് AAPയുടെ വലിയ പ്രതിഷേധത്തിനാണ്. ഇന്നലെ തന്നെ കേജ്രിവാൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. BJP ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിനിടെ നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. AAP രാജ്യസഭാ MP സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജയിൽ ഭാരോ എന്ന പേരിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. लोगों को इतने गुस्से में है लोग, इस बार लिखवा लो मेरे से 4 तारीख को बीजेपी की सरकार नहीं बन रही, मोदी की सरकार नहीं बन रही 4 तारीख को. മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ ആം ആദ്മിയെ തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കി മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണി വരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഘട്ടത്തിലാണ് വലിയ തിരിച്ചടിയായി സ്വാതി മലിവാൾ വിഷയം മാറിയിരിക്കുന്നത്. ഇന്ന് പോലും ആം ആദ്മി നടത്തിയ ഈ പ്രതിഷേധം കെജ്രിവാളിന്റെ ജനപ്രീതി ഇടിച്ചിട്ടില്ല. സ്വാഭാവികമായും ഈ കെജ്രിവാൾ അറസ്റ്റിലായതും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതുമൊക്കെ വലിയ ആവേശം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നീട് വന്ന ഈ സംഭവ വികാസം അത് വലിയ തോതിൽ ആം ആദ്മി പാർട്ടിയെ തളർത്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാന വിഷയം കൂടി ഇവിടെ കാണേണ്ടത്, ഇവിടെ ഇന്ത്യ മുന്നണി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ BJP 400 പാർ എന്നൊക്കെയുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ വലിയ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തവരെ പോലെയാണ് പ്രകടമായതെങ്കിൽ പിന്നീട് ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ഒരു രീതി അവരുടെ നേതാക്കളുടെ ശരീരഭാഷയിലും വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോഴേറ്റവും ഒടുവിലായി പൊങ്ങി വരുന്നത് ഈ സംസ്ഥാനങ്ങളിലകത്തുള്ള പ്രാദേശിക നേതൃത്വം ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണയില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആണ് അവിടെ ഒരു പ്രധാന സഖ്യമായി ഡൽഹിയിൽ മത്സരിക്കുന്നത്. ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ അവർക്ക് സീറ്റ് നൽകി എന്നതൊക്കെ വലിയ ഒരു സന്തോഷ വാർത്തയായി ഇന്ത്യ മുന്നണി ചേരി ആഘോഷിച്ചുവെങ്കിലും ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഇന്നലെ പവൻ ഖേര വളരെ വ്യക്തമായി പറഞ്ഞു, പ്രിയങ്ക ഗാന്ധി കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്, സ്ത്രീ വിഷയങ്ങളിൽ അത് സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്നതാണ്. അല്ല, ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം കൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വിഷയത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുക ഇന്ത്യ മുന്നണിയിലെ ആയാലും മറ്റേതൊരു കക്ഷികളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. അവിടെയാണ് കെജ്രിവാളിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ സ്വീകരിച്ചതിൽ വീഴ്ച വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും ഇത് അവഗണിക്കേണ്ട ഒരു വിഷയമായിരുന്നു. മാത്രവുമല്ല, ഇന്ന് സംഭവിച്ച സാഹചര്യങ്ങൾ നോക്കൂ. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് ആം ആദ്മി പാർട്ടിയാണ്. അവരുടെ ഈ സ്വാതി മാലിവാൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഓഫീസിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നു. ഫോൺ ഈ വൈഭവ് ഫോൺ മുഴുവൻ ഫോർമാറ്റ് ചെയ്തതായി കണ്ടെത്തുന്നു. അപ്പോൾ ഇതൊക്കെ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നു. മാത്രമല്ല, ഇന്ന് സ്വാതി പറയുകയാണ്, നിർഭയയ്ക്ക് വേണ്ടി പോരാടിയവരാണ്, പക്ഷെ അവർ എന്നെ ആക്രമിക്കുകയാണ് എന്ന് സ്വാതി മലിവാളിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ പരാതിയുമായി വരുമ്പോൾ അതിൽ എന്ത് സംശയം ഉണ്ടായാലും, അതിൽ ഇനി ഫാക്ട് തന്നെ ഉണ്ടായാലും, ഈ AAP ആരോപിക്കുന്നത് പോലെ BJPയുടെ കൂടാരത്തിൽ സ്വാതി മലിവാൾ ചെന്നുപെട്ട് അവരുടെ ടൂളായി മാറുന്നു എന്നത് വസ്തുതയാണെങ്കിൽ പോലും അതിനെ സമീപിക്കേണ്ട രീതി ഇതായിരുന്നില്ല. അതിൽ കെജ്രിവാളിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നം വലിയ ബുദ്ധിമുട്ടിലേക്ക് ആം ആദ്മി പാർട്ടിയെ ആകെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, അവർക്ക് സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഇടത് കക്ഷികൾക്കൊന്നും ഈ ഘട്ടത്തിൽ സഖ്യകക്ഷികളുടേത് മാത്രമൊന്നുമല്ല മാരു, ആം ആദ്മിയിലെ തന്നെ ഒരു വിഭാഗത്തിന് ഇതിൽ എതിർപ്പുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അതാണ്. മാത്രമല്ല, കോൺഗ്രസ് ഇന്ന് വളരെ വീണ്ടും അവരുടെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സന്ദീപ് ദീക്ഷിത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ഇതൊക്കെ ആം ആദ്മി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. സ്ത്രീകൾക്കെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുകൊണ്ടുള്ള നിയമങ്ങൾ ആം ആദ്മി ഉണ്ടാക്കിയതാണ്. ഇപ്പം അത് നടപ്പിലാക്കാൻ അവർ വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. മാത്രവുമല്ല, ഈ സ്വാതി മാലിവാൾ നമുക്കറിയാലോ, അവർ ഒരു സാധാരണ വ്യക്തിത്വമല്ല. അവർ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. അവിടുന്ന് തൻ്റെ ബാല്യകാല പീഡനങ്ങളൊക്കെ അവർ വ്യക്തമായി പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് വലിയ ഈ സേവന സന്നദ്ധത ആയി പരിവർത്തനയിൽ വന്നു ചേർന്നതാണ്.
സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ വലിയ തോതിൽ പോരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ അവിടെ 1,70,000 കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ട്രാക്ക് റെക്കോർഡ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പട്ടിണി സമരം, അങ്ങനെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവിൻ്റെ പ്രതികരണമാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാളിതുവരെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള കേസുകൾ നമുക്ക് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വ്യക്തമാക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നു. കണ്ണിന് താഴെ രക്തം കട്ടപിടിച്ചത് ഉണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാലിൽ രക്തം കട്ടപിടിച്ചതിൻ്റെ തെളിവുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അടിവയറ്റിലാണ് അവർക്ക് ചവിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന് ഒരു സ്ത്രീ ഓഫീസിലേക്ക് വന്നാൽ അവരെ മർദ്ദിക്കാനുള്ള അധികാരം എന്ത് എന്ന വലിയ ചോദ്യം. തീർച്ചയായും ഇതിപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എന്ത് തന്നെ ആയിരിക്കട്ടെ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർ അപഹസിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് അവിടെ ബുദ്ധിമുട്ട് നേരിട്ടു എന്നൊരു പരാതി ഉയർന്നാൽ അതിൽ കൃത്യമായി നിലപാട് പറയുകയും അതിൽ അന്വേഷണം നടന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കട്ടെ എന്ന തുറന്ന സമീപനവുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. ഇവിടെ മനു, ആം ആദ്മി പാർട്ടിയിലെ തന്നെ ചില ആഭ്യന്തര വിഷയങ്ങളുടെ പരിസമാപ്തിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ന തരത്തിൽ വാർത്തകളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ സ്വാതി മലിവാളിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ കെജ്രിവാളിന് അനുകൂലമായ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവർ അന്ന് സിസ്റ്ററുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് US-ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലെന്നുള്ളതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആഗ്രഹിച്ച തരത്തിലുള്ള എപ്പോൾ വേണമെങ്കിലും കെജ്രിവാളിന്റെ ഓഫീസ് നേരിട്ട് ചെന്ന് കൂടിക്കാഴ്ച നടത്താൻ കഴിയുന്ന വ്യക്തിയായിരുന്നു സ്വാതി മലിവാൾ. പക്ഷേ ആ ബന്ധത്തിൽ ആ അടുപ്പത്തിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഈ ജയിൽ സമയത്ത് ഉള്ള സ്വാതിയുടെ നിലപാടുകൾ രൂപപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതാണ് കെജ്രിവാളിന് ഈ രീതിയിൽ പ്രതികരിക്കാൻ ഇടയാക്കുന്നത് എന്നതുണ്ട്. അതൊക്കെ വളരെ കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ വളരെ കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നിലപാട്, അങ്ങനെ ആ സമയത്തെ പ്രതികരണം അതായതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് പ്രത്യേക നിർദ്ദേശം കെജ്രിവാള് PAക്ക് കൊടുത്തിരുന്നു. ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ല എന്ന തരത്തിൽ നിർദ്ദേശം കൊടുത്തത് കെജ്രിവാൾ ആണ് എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ PAയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കെജ്രിവാളിന് ഉണ്ടായി പോകുന്നു എന്നൊക്കെയാണ് ആം ആദ്മി പാർട്ടിയിലെ ഉള്ളറകളിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്ന് ഇപ്പോൾ അവരുടെ BJPയുടെ വക്താവ് ഷാസിയ ഇൽമി ഇന്ന് അവിടെ വാർത്താസമ്മേളനം നടത്തുകയും ആം ആദ്മി പാർട്ടിയെ അപരാധി പാർട്ടിയായി ആണ് ഇനി ജനങ്ങൾ കാണുക എന്ന് അവർ പറയുന്നു. മാത്രമല്ല ബംഗാളിലെ സന്ദേശ് കാലിയുടെ സമാനമായ ഒരു പേര് ഇവിടെ നൽകുന്നു. അതായത് TMCയുടെ ഷാജഹാൻ ഷെയ്ഖിനെ പോലെയാണ് ആം ആദ്മി പാർട്ടിയുടെ വൈഭവ് കുമാർ എന്നുകൂടി അവർ പറയുന്നു. അപ്പൊ BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കി അവർക്ക് ഉപയോഗിക്കാൻ ഒരു വഴി. BJPയെ സംബന്ധിച്ച് അവർക്ക് കോടതിയിൽ നിന്ന് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം കെജ്രിവാൾ പ്രചരണ രംഗത്തേക്കിറങ്ങി ഓരോ ദിവസവും മുന്നോട്ട് വെച്ച അജണ്ടകൾ BJPയിലെ ആഭ്യന്തര പ്രശ്നം ഉൾപ്പെടെ ചർച്ചയാക്കി വയസ്സ്, വിരമിക്കൽ പ്രായം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയത് ഉൾപ്പെടെ BJPയെ സംബന്ധിച്ച് അമിത്ഷായ്ക്ക് പോലും മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി. BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള കെജ്രിവാളിന്റെ നിലപാടുകൾ, ആ രീതിയിലുള്ള സംസാരമൊക്കെ ആ നിലയിൽ ചർച്ചയാകുമ്പോഴാണ് BJPക്ക് അടിക്കാൻ വടി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം ആം ആദ്മിയിൽ രൂപപ്പെടുന്നതും അതിൽ ഈ ബാലിശമായ അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുകയും ചെയ്തത്. ഓപ്പറേഷൻ ജാഡു BJP തുടങ്ങിയെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ആക്ഷേപം. ജാഡു അത് ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായി വേരോടെ പിഴുതെറിയാനുള്ള ഒരു നീക്കമാണ്. ഇപ്പം അക്കൗണ്ടുകൾ മരവിപ്പിക്കാത്തത് ജനങ്ങളെ പേടിച്ചാണ്. ഇപ്പോൾ മരവിപ്പിച്ചാൽ അത് ആം ആദ്മിക്ക് അനുകൂലമാകുമെന്ന് പേടിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അക്കൗണ്ട് മരവിപ്പിക്കും, ഓഫീസുകൾ പൂട്ടും, ഞങ്ങളെ തെരുവിലിറക്കും എന്നതാണ് കെജ്രിവാൾ പറയുന്നത്. പക്ഷെ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം അതിനൊക്കെ അപ്പുറത്തേക്ക് വരുന്നത്, ഈ ആത്യന്തികമായി ഈ കോൺഗ്രസിൻ്റെ ഒരു ശത്രുവായാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുമായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളുമായി രാഷ്ട്രീയപരമായി അവർ മത്സരിച്ചാണ് അവർ അധികാരത്തിലെത്തുന്നത്. കോൺഗ്രസിനോടുള്ള വിയോജിപ്പാണ് അവരുടെ രാഷ്ട്രീയ ആയുധമായ ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രകടമായി ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണി വന്നപ്പോൾ ഈ ചുവടുമാറ്റം അത് വോട്ടർമാർ എങ്ങനെ കണക്കാക്കും എന്നത് ഒരു വലിയ ചോദ്യമായി ഉയരുന്നു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന്. ഇത്തവണ എന്താകും എന്നൊരു ചോദ്യം ബാക്കി വയ്ക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് ചെറുതായെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ
അത് ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ അവർക്ക് വലിയ ആവേശം നൽകും. കാരണം ഇപ്പോൾ പഞ്ചാബിലും ഗോവയിലും ഒക്കെ ആം ആദ്മി പാർട്ടി അവരുടെ അടിത്തറ വിപുലമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാളിന് നിലവിൽ ഡൽഹിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ തന്നെ PGFിലെ ഇതിന് മുൻപുള്ള ദിവസങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ പഞ്ചാബിൽ ഡൽഹിയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി കെജ്രിവാളിന് പുറത്തു വരാനും പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കാനും ഒക്കെ കഴിഞ്ഞത് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ ഈ സംഭവത്തോടു കൂടി അതിൽ മങ്ങലേറ്റിട്ടുണ്ടോ? അതൊരു തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ പ്രതിഫലിക്കുന്ന തലത്തിലേക്ക് ഈ വിഷയം എത്തുന്നുണ്ടോ? അല്ല, രണ്ടു തരത്തിലാണ്. ഒരു വിഷയം ഒരു പക്ഷേ ചിലപ്പോൾ വോട്ടിംഗ് പാറ്റേണിൽ അത്ര കണ്ട് വലിയ തോതിൽ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. സ്ത്രീ വിഷയമാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളതാണ്. സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ അനുകൂലമായി വോട്ട് ചെയ്തത് കെജ്രിവാളിന് തന്നെയാണ്. കാരണം അവരുടെ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ, ഇപ്പോൾ ബിജ്ലി പാനി ശിക്ഷ എന്ന് പറയുന്നത്, അതായത് വൈദ്യുതി, വെള്ളം, വിദ്യാഭ്യാസം, ഇത് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ അവർക്കിടയിൽ ഒരു വലിയ നേട്ടത്തിന് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളൊരു കേസ് കൊണ്ട് അത് മാറുമോ എന്ന ചോദ്യം നമുക്കൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ വ്യക്തമാകും. ഇത് പൊളിറ്റിക്സിൻ്റെ അർത്ഥമാറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്, അർത്ഥമാറ്റിക്സ് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ ഒട്ടനവധി ഫാക്ടേഴ്സിൻ്റെ ഒട്ടനവധി ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ചില റിസൾട്ട് ഉണ്ടാകുന്നത്, ചില ഫലങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ ഇത് എത്രമാത്രം പ്രതിഫലിക്കും എന്നത് ഇപ്പോൾ വ്യക്തമല്ല. മനു, ഇതിൽ കെജ്രിവാൾ എന്ന് പറയുന്നു, ഒരു കെജ്രിവാളിനെ ജയിലിൽ അടച്ചാൽ 1000 കെജ്രിവാളുകൾ ഉദയം ചെയ്യും എന്നാണ് കെജ്രിവാൾ ഇന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഈ ജയിൽ ഭാരോ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു സ്ത്രീയെ ആക്രമിച്ച വ്യക്തിക്കെതിരെ നടപടിയെടുക്കുമ്പോഴായിരുന്നോ കെജ്രിവാൾ ഇക്കാര്യങ്ങൾ പറയേണ്ടത് എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഒരു വിഷയം എന്താണ്? ഒരു സ്ത്രീയെ ഒരു ഓഫീസിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ MP ആയിരിക്കുന്ന ആ പാർട്ടിയിലെ തന്നെ പ്രമുഖ മുഖങ്ങളിൽ ഒരാളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് മോശമായി പെരുമാറുന്നുണ്ട്. അവിടെ അതിനെതിരെ ഒരു സമരം നടത്തിയാണോ കെജ്രിവാൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കേണ്ടത്? ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് BJP ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുത്തേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ തെളിവ് നശിപ്പിക്കാൻ ഈ സംഭവത്തിൻ്റെ ഇപ്പോൾ BJP ഈ വിഷയം രാഷ്ട്രീയമായ ആയുധമാക്കുമ്പോൾ തന്നെ പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റും റെയ്ഡ് ചെയ്ത് തെളിവുകൾ പിടിച്ചെടുക്കാനൊക്കെ DVRും CCTV ഫൂട്ടേജുകളൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു, ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ ഉള്ള കേസ് കൂടി ഇതിൻ്റെ ഒപ്പം വരികയാണെങ്കിൽ കൂടുതൽ ആളുകൾ പ്രതികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതും ആം ആദ്മി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ തീർച്ചയായും എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കൃത്യമായ തെളിവുകളോടെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെയും നമ്മുടെ നീതിന്യായ സംവിധാനത്തെയും അത് ബോധ്യപ്പെടുത്താൻ ഉള്ള ശ്രമമായിരുന്നു നടക്കേണ്ടത്. അതിന് പകരം പരാതി ഉന്നയിച്ച വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനും അവർക്കെതിരായ നിലപാടെടുക്കാനും മറ്റുമാണ് എന്തായാലും കെജ്രിവാൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ശ്രമിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അത് അവർക്ക് ആ നിലയിൽ തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യവുമാണ് മാത്രമല്ല ഈ അടിസ്ഥാന വിഷയങ്ങൾ കെജ്രിവാൾ ഉയർത്തിക്കൊണ്ടുവന്ന തൊഴിലില്ലായ്മ, ബേറോസ്കാരി, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ, വിലവർധന, മെഹങ്കായി, ഇതെല്ലാം ഒറ്റയടിക്ക് അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് പോയി ഇതിൽ നിന്ന് മാറി ഇനി കെജ്രിവാളിന് ഈ അജണ്ടയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഇനി അവർക്ക് മുന്നിൽ ഉള്ളത്.